ബഹുമാന്യമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്ത ശ്രീ വിജയകുര്യൻ IAS അവരുടെ പ്രിയ ബഹുമാനപ്പെട്ട ജനറൽച്ചന്മാരെ, വേദിയെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായിട്ടുള്ള ശ്രീ സന്നിരാജ്, ബഹുമാനിയായിട്ടുള്ള റജീന, സ്നേഹമുള്ള ജെസി ടീച്ചർ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു, ബഹുമാനപ്പെട്ട റാഫേൽ അക്കാമറ്റച്ച, സ്നേഹമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, ഏറെ ബഹുമാനരായിട്ടുള്ള സിസ്റ്റേഴ്സ്, അവാർഡിന് അർഹരായിട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള രൂപതയ്ക്ക് അഭിമാനത്തിന് കാരണക്കാരായിട്ടുള്ള അവാർഡ് ജേതാക്കളെ, പള്ളികളിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് വന്നിട്ടുള്ള കൈക്കാരന്മാരെ, യോഗാംഗങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയിൽ വിടരുന്ന ഒട്ടുകളായിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള, ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള പൊന്നും ഈ മക്കളെ, ഈ യുവാക്കളെ, സഹോദരങ്ങളെ, KP അപ്പൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വാങ്ങിച്ച അവസരത്തിൽ അദ്ദേഹത്തിന് എഴുതിയ പുസ്തകം മധുരമീ ജീവിതം എന്ന പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചില നിമിഷങ്ങൾ വികാരങ്ങളുടെ വേലിയേറ്റത്തിൻ്റെ നിമിഷങ്ങളാണ്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളാണ്. ഒരുപക്ഷെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ നിറഞ്ഞ സദസ്സ് ഒരുപക്ഷെ അല്പം ദുഃഖവരിക്കൊണ്ട് നിൽക്കുന്നവരോ കസാര കിട്ടാത്തതുകൊണ്ട് അവർ വിധിക്കപ്പെട്ടവരാണ്. അവരെ അഭിനന്ദിക്കാനും അംഗീകരിക്കാനായിട്ട് നമ്മൾ ക്ഷണിച്ചവരാണ്. എങ്കിലും അവർക്ക് ഇരിപ്പിടങ്ങൾ കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര വലുതാണ്. ഇന്ന് രാവിലെ അഭിനയ പിതാവ് വിളിച്ച് അവാർഡ് ദിനത്തെക്കുറിച്ച് എന്നോട് ആരാഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവെ, എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ധാരാളം പേര് വരാൻ ഇടയുണ്ട്. പിതാവ് ഏറെ സന്തോഷത്തോടെ അദ്ദേഹം ഇപ്പോഴ് ഗലീലി കടലിൻ്റെ തീരത്താണ്. അദ്ദേഹം ഹോളി ലാൻഡിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, എൻ്റെ ഹൃദയപൂർവ്വമുള്ള ആശംസകൾ അറിയിക്കണം. ഞാൻ ഏറെ സന്തോഷത്തോടുകൂടെ അഭിമന്യ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ, പിതാവിനോട് ഉണ്ടാകുന്ന ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പിതാവിന് വേണ്ടി പിതാവ് നിങ്ങൾക്ക് നൽകാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആശംസകളുടെ ഹൃദയപൂർവമായ പൂച്ചെണ്ടുകൾ എല്ലാവർക്കും ഞാൻ നൽകുകയാണ്. ഞാൻ ഈ വേദിയിലിരുന്ന സദസ്സ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നൊരു ചിത്രമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മെയ് മാസം 31-ാം തീയതി വണക്കമാസം കാലം കൂടാതെ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അന്നത്തെ ഏറ്റവും വിശിഷ്ട വിഭവം എന്ന് പറയുന്നത് ചക്കച്ചോളി പൊരിയാണ്. നമുക്ക് കുഞ്ഞുങ്ങളതൊക്കെ മാറി കിട്ടുന്നു. വലിയ പത്രാസിലുള്ള വണക്കമാസം കാലം കൂടുതലൊക്കെയാണ്. പക്ഷേ പണ്ട് തുടങ്ങി ഞങ്ങളുടെ വീട്ടിൽ ഒരു പതിവുണ്ട്. അതൊരിക്കലും ഞങ്ങൾ മുടക്കാത്ത പതിവാണ്. മെയ് മാസം 31-ാം തീയതി വണക്കമാസം കാലം കൂടുമ്പോൾ മാതാവിൻ്റെ ഒരു പടമുണ്ട്. ഞങ്ങൾക്കത് സ്റ്റാച്യു ഒരു മാതാവിൻ്റെ മനോഹരമായിട്ടൊരു പടമുണ്ട്. ആ പടം ഞങ്ങൾ അലങ്കരിച്ച് ഒരു ടേബിളിൽ വയ്ക്കും.
എൻ്റെ അമ്മ അവിടെ ഇരിക്കും. എൻ്റെ അപ്പൻ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അമ്മയാണ് എല്ലാം നോക്കി നടത്തിയിരിക്കുന്നത്. അന്ന് അമ്മയ്ക്ക് സന്തോഷമുള്ള ദിവസം കൂടിയാണ്. അന്ന് അമ്മയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ വണക്കമാസ കാലം കൂടുതൽ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾക്ക് അറിയാവുന്നതുപോലെ നമ്മൾ പാടുന്ന മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. എന്താണെന്നറിയാമോ? നല്ല മാതാവേ. ആ പാട്ടെല്ലാം പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കച്ചുളയും പൂരിയും ഒക്കെ അമ്മ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അക്കൊല്ലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളെല്ലാം കൊണ്ടുവന്നു. അന്ന് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ ക്യാഷ് അവാർഡുകൾ, മെയ് 31 എന്ന് പറയുന്ന റിസൾട്ടെല്ലാം പുറത്തു വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ജൂൺ മാസം തുറക്കാൻ പോലെ അതെല്ലാം ഈ മാതാവിൻ്റെ ഈ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വയ്ക്കും. മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി മാതാവിൻ്റെ കാൽപാദങ്ങൾ ചുംബിക്കും. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വരും. അമ്മ അപ്പോൾ 2 കൈ നീട്ടി വാത്സല്യത്തോടുകൂടെ ഞങ്ങളുടെ കവിളത്ത് മൊത്തം തന്നിട്ട് അമ്മ ചക്കച്ചുള വായിച്ചു. അന്ന് കേൾക്കുന്നില്ലാത്ത കാലമാണ്. ഇപ്പോൾ പുതിയ പിള്ളേരായപ്പോൾ കേൾക്കും, വളരെ ആഘോഷങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. കേൾക്കും, ഒക്കെ കോളേജ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള സന്ദർഭമാണ്. എൻ്റെ അമ്മ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന 2 കാര്യം. ഒന്ന്, നിങ്ങളുടെ വിജയം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു സ്വകാര്യ സന്തോഷം അല്ല. അത് ഈ കുടുംബത്തിൻ്റെ ആനന്ദവും അഭിമാനവുമാണ്. അത് ഞങ്ങൾക്കൊക്കെ തന്നെ അവകാശമുണ്ട്. ഞങ്ങളൊക്കെ അതിൽ കൂട്ടുപങ്കാളികളാണ്. 2, നിങ്ങൾ പകുതി പരിശ്രമിച്ചു, പകുതി തമ്പുരാൻ തന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമ്മാനം തമ്പുരാന്റെ മുൻപിൽ വെക്കണം. അതുകൊണ്ട് തമ്പുരാന്റെ മുൻപിൽ കൃതജ്ഞതയോടുകൂടെ കടപ്പാട് രേഖപ്പെടുത്തുന്ന സന്ദർഭം. ഒരുപക്ഷെ തൃശ്ശൂർ അതിരൂപതയാകുന്ന വലിയ മുത്തശ്ശിത്തറ ഇന്ന് വണക്കമാസം കാലപ്പെടുക. അതിൻ്റെ മക്കളൊക്കെ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മുത്തം തരാനായിട്ട് കടപ്പെട്ട ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അപൂർവമായിട്ടുള്ള ആ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ സമ്മാനം വേണ്ടി തുടങ്ങുമ്പോൾ രൂപതയ്ക്ക് വേണ്ടി, രൂപതയാകുന്ന അമ്മയ്ക്ക് വേണ്ടി മക്കളെ സന്തോഷമുണ്ടെന്ന് പറയാൻ ഞാനിവിടെ സന്നിഹിതനാണ്. ഈ സദസ്സ് കാണുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നു, ഇവിടെ വെച്ചിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ അതിനൊരു വലിയ വിലയില്ല. ഞാൻ ഈ ക്ലാസ് പഠിത്തത്തിലൊക്കെ ഇരിക്കുന്നത് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രൊക്രേറ്റ് പറഞ്ഞൊരു വാചകമുണ്ട്, സൂക്ഷിച്ച് പിതാവ് കൊടുത്തോളും. കാരണം അത് ഇടയ്ക്ക് കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോകും. അത്രയ്ക്ക് അതിന് വിലയുള്ളൂ. കാശിൻ്റെ വലുപ്പമല്ല. പക്ഷെ അതിൻ്റെ പുറകിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു മാതൃത്വത്തിൻ്റെ ഹൃദയമുണ്ട്. നിങ്ങൾക്ക് തരുന്ന സമ്മാനങ്ങളൊക്കെ തന്നെ അതാണ്. അമ്മ മക്കൾക്ക് നൽകുന്ന ചക്കച്ചോളയും ചക്കവും. നിങ്ങളുടെ സന്തോഷം അത് നിങ്ങളുടെ മാത്രം ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയമല്ല. അതിലെ അതിരൂപതയ്ക്ക് ആനന്ദമുണ്ട്, അതിരൂപതയ്ക്ക് അഭിമാനമുണ്ട്. അതാണ് നമ്മൾ തെളിയിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ആളുകൾ പൊതുവെ തുടങ്ങി കഴിഞ്ഞിട്ടാണ് എല്ലാ കുർബാനയാണെങ്കിലും നമുക്കറിയാം, ഉപസാരത്തില് പറയേണ്ട പാപമാകുന്നത് കാഴ്ചവെപ്പിന് മുമ്പ് പിന്നെ വന്നാലും കാഴ്ചവെപ്പ് വരെയുള്ള സ്ഥലവും നമ്മൾ മർപ്പാപ്പ തന്നെ മർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഒരു പൊതു ഒഴിവ് കൊടുത്തിട്ടില്ല. കുർബാന കാഴ്ചവെപ്പ് കഴിഞ്ഞ് വന്നാൽ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. പിതാവ് പുതിയ വേദഭാഷ പറയുന്നത് പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് മതബോധനേരത്തെ പുറത്താക്കും പേടിയുണ്ട്. നമുക്കറിയാം, നമ്മൾ നേരെ കഴിഞ്ഞേ വരുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇന്ന് നിങ്ങൾ കണ്ടു, ഇന്ന് ഈ സദസ് നിറഞ്ഞിരിക്കുക. ഒരുപക്ഷെ ഈ സമ്മാനത്തെ നിങ്ങൾ എത്ര വിലപ്പെട്ട നിജനിക്ഷേപമായിട്ട് സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതിൽ അഭിമാനമാണ്. നിങ്ങൾക്ക് സമ്മാനം കിട്ടിയെന്ന് അറിഞ്ഞിട്ട് നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ അമ്മ
അതിരൂപത എന്ന കൂട്ടായ്മ നിങ്ങളെ വിളിച്ചപ്പോൾ അതൊരു പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരത്തിന്റെ ശിരസിലെ അമ്മ ചാർത്തുന്ന ചക്കര മുത്തം പോലെ നിങ്ങൾ കരുതി വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരുപക്ഷെ ഇന്ന് കസേര കഴിയാത്തതിൻ്റെ കാരണം ഇന്ന് വിളിച്ചവരുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന അതിഥികളുടെ പെരുത്താണ്. ഞാൻ പലപ്പോഴും സമ്മാനം കൊടുക്കുമ്പോൾ ഏത് കുട്ടിയാണ് സമ്മാനം വാങ്ങിക്കുന്നത് എന്ന് ഓഡിയൻസ് നോക്കി പറയും. എനിക്ക് ദർശനമാണ്. അത് അമ്മമാരുടെ മുഖത്തും അപ്പന്മാരുടെ മുഖത്തും നോക്കിയാൽ കൃത്യമായി ആ കുഞ്ഞ് ഈ വേദിയിലേക്ക് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ഈ വേദിയിലേക്ക് കയറി വരുമ്പോൾ, സ്വന്തം ഭാര്യ ഈ വേദിയിലേക്ക് കയറി വരുമ്പോൾ, ഈ വേദിയിലേക്ക് കയറി വരാൻ അവർക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിന് സ്റ്റെപ്പുകളായിട്ടുള്ള ഗുരുബോധരെ, മാതാപിതാക്കള്, അവരുടെ ജീവിത പങ്കാളികൾ, മക്കൾ, അവരാണ് വേദിയിലിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വേദിയിലെ ഇരുന്നു കൊണ്ട് സ്റ്റേജിലേക്ക് കയറുന്ന നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നവര് ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഈ വേദിയിൽ വന്ന് സമ്മാനം ഏറ്റുവാങ്ങാൻ ആഗ്രഹമാണ്. പക്ഷെ അവരത് വരുന്നില്ല. അവരവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നത് കാണുന്നതിൽ സന്തോഷിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിതാവ് വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറയുന്നതെങ്കിലും വാക്കുകൾക്ക് അപ്പുറത്ത് പിതാവിന്റെ മനസ്സിന്റെ അകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു വികാരമുണ്ട്. പൊന്നു മക്കളെ, ഹാപ്പി കൺഗ്രാജുലേഷൻ. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ആനന്ദമുണ്ട്. നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ രൂപതയ്ക്ക് ചിറകുകൾ നൽകുന്നത്. ഈ രൂപതയാകുന്ന വലിയ പക്ഷി, അത് പറന്നു വരുന്ന ചിറകുകൾ നിങ്ങളാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിങ്ങളുടെ വളർച്ചയിൽ അത് രൂപതയുടെ തന്നെ വളർച്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വിജയ കുര്യൻ സാറ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ആശയമാണ്. ഞങ്ങൾ ഇതുപോലെയുള്ള വേദികളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അച്ഛന്മാർക്കും കന്യാസികളൊക്കെ എപ്പോഴും മനസ്സിൽ തോന്നുന്ന ഒരു പ്രലോഭനമുണ്ട്. പിതാവ് അത് വളർച്ചയ്ക്ക് ഞങ്ങൾ പറയട്ടെ, ഞങ്ങളെല്ലാം അച്ഛന്മാരാണ്, ഒക്കെ കന്യാസികളാണ്. അങ്ങനെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഞാനിപ്പോഴും വിചാരിക്കുന്നത് വിജയപുരി സാറിന്റെ മനസ്സ് മാറി അച്ഛനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടെങ്കിൽ ഓർമ്മിക്കുന്നത് നിങ്ങളൊക്കെ അച്ഛന്മാരും കന്യാസികളാകണമെന്നാണ് ഞങ്ങളുടെ കാര്യം. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ധാരണയുണ്ട്, സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ വൈദികനാകണം, സിസ്റ്ററാകണം. തീർച്ചയായും അവർക്കത് സാധിക്കും. മറ്റാരേക്കാൾ നന്നായിട്ട് അവർ ചെയ്യും. ചിലപ്പോഴൊക്കെ അതിന് ഒരു ദോഷവശമുണ്ട്. നമ്മുടെ അൽമായരെ, നമ്മുടെ സഹോദരങ്ങള് മൂല്യാധിഷ്ഠിതമായിട്ട് ഈ സമൂഹത്തിലെ അനുഷ്ഠിക്കുന്ന ശുശ്രൂഷകൾ എത്ര വലിയ സുവിശേഷവൽക്കരണമാണെന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല, നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നിങ്ങൾ ഓരോരുത്തരും സുവിശേഷവൽക്കരണത്തിന്റെ ചാലകങ്ങളാണ്. ഒരുപക്ഷെ നവസുവിശേഷവൽക്കരണത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ കത്തോലിക്കർക്ക് നൽകിയ വലിയൊരു മുദ്രാവാക്യമുണ്ട്. എന്താണെന്നറിയാമോ? ന്യൂ ഇവാഞ്ചലൈസേഷൻ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്. വിജയ കുര്യനായ പ്രിയങ്കരനായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. നമുക്ക് അഭിമാനം തോന്നിക്കാവുന്ന വിധത്തിലുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു ഭരണ നൈപുണ്യത്തിന്റെ പ്രതീകമാണ്. നമുക്കറിയാം, നമ്മുടെ എയർപോർട്ട് കൊച്ചിയിലെ സാക്ഷാത്കരിക്കാൻ ഒരുപക്ഷെ ഈ നാട്ടിലെ സർക്കാർ ആഗ്രഹിച്ചപ്പോഴും അതൊരു ബ്രെയിൻ ചൈൽഡാണ്. അതിന് മാംസവും മജ്ജയും രക്തവും ഒക്കെ കൊടുത്തത് വിജയ കുര്യന്റെ കരങ്ങളോ കഴിവുകളോ ആണ്. അദ്ദേഹത്തോട്
സുവിശേഷങ്ങളും ജീവിതം കൊണ്ട് പ്രസംഗിക്കുകയാണ്. ട്രാൻസ്മിഷൻ ഓഫ് ദ ഫെയ്ത്ത് ത്രൂ ന്യൂ ഇവാഞ്ചലൈസേഷൻ, പുതിയ നവ സുവിശേഷവൽക്കരണത്തിന്റെ മുകുളങ്ങൾ. ഇന്ന് നിങ്ങൾക്ക് ഈ സ്വീകരണം നൽകുമ്പോഴും നിങ്ങളോട് എനിക്ക് പറയാനുണ്ടും, സുവിശേഷവൽക്കരണം നമ്മൾ സാധിക്കേണ്ടത് പള്ളിക്കകത്ത് പ്രസംഗിച്ചിട്ട് മാത്രമല്ല, പള്ളിക്ക് പുറത്ത് സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ. വിജയകുര്യൻ സാറ് നിങ്ങളോട് സൂചിപ്പിച്ച ഒരു പദമുണ്ട്, നമ്മൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകട്ടെ. ഈ സെന്റ് തോമസ് കോളേജ് നമ്മുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സർവകലാശാല വിദ്യാലയമാണ്. 1887 രൂപത സ്ഥാപിക്കുന്നത്. 1887 തുടങ്ങി 889 സെന്റ് തോമസ് പ്രൈമറി സ്കൂള്, കോളേജ് സ്കൂളുകൾ വേണ്ടി ആരംഭിച്ചു. അതാണ് ഇന്ന് പക്വമായിട്ട് 123 കൊല്ലത്തെ പഴക്കമുള്ള സെന്റ് തോമസ് കോളേജ്. അതിന്റെ റീ അക്രഡിറ്റേഷന് വേണ്ടി PhD വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 പേര്, അതിലൊരു IAS ഓഫീസറും കൂടി ഉണ്ടായിരുന്നു. അവര് സെന്റ് തോമസ് കോളേജിൽ വന്ന് PhD റീ അക്രഡിറ്റേഷന്റെ ഇൻവെസ്റ്റിഗേഷൻ, എക്സാമിനേഷൻസ്, പരിശോധനകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് മാനേജർ എന്ന നിലയ്ക്ക് എന്നോട് 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഈ കോളേജിന്റെ റീ അക്രഡിറ്റേഷൻ ഏത് നിലവാരത്തിലാണെന്ന് നിശ്ചയിക്കുന്നത് 2 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വാട്ട് ഈസ് യുവർ അക്കാഡമിക് എക്സലൻസ്, 2 വാട്ട് ഈസ് യുവർ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഇവിടുത്തെ കുട്ടികൾക്ക് എത്ര റാങ്ക് കിട്ടി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ അധ്യാപകര് എന്ത് റിസർച്ച് വർക്ക് നടത്തി എന്നുള്ളത് അത് വളരെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവരെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ സാറ് സൂചിപ്പിച്ചതാണ് അവർ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒറ്റപ്പെടാനും ഒറ്റപ്പെടുത്താനും സ്വാർത്ഥതയുടെ വഴി വേലി കിട്ടാനും ഒക്കെയുള്ള വലിയ പ്രലോഭനങ്ങളുണ്ട്. ഇതിന്റെ നടുവിൽ സമൂഹത്തിലെ ഒറ്റക്കെട്ടായി നിൽക്കാൻ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രതികരിക്കാൻ, പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല. അതിന് എല്ലാ മേഖലകളും ഉണ്ടാകണം. പരിശുദ്ധ പിതാവ് ഈ നവസുവിശേഷവൽക്കരണത്തിലെ പറയുന്ന ഒരു കാര്യം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിതാവ് പറയുകയാണ്, എല്ലാവർക്കും ദൈവവിളിയുണ്ട്. പക്ഷെ ആ ദൈവവിളിക്ക് അകത്ത് തന്നെ ഒരു വിളിയുണ്ട്, റീഡിസ്കവറി വൊക്കേഷൻ. ഒരു രാഷ്ട്രീയക്കാരൻ മോശക്കാരനൊന്നുമല്ല, ഒരു രാഷ്ട്രീയക്കാരൻ മിടുക്കനാണ്. പക്ഷെ അവൻ സത്യസന്ധനും നീതിമാനും കറപുരളാത്ത, കൈകൂലി വാങ്ങിക്കാത്ത, ജനാധിപത്യത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു സത്യസന്ധനായ രാഷ്ട്രീയക്കാരൻ. ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമുക്ക് ധാരാളം ശാസ്ത്രജ്ഞന്മാർ വേണം. ഞാൻ ഓർക്കുന്നുണ്ട്, ലൂയി പാസ്റ്ററെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലേ? ലൂയി പാസ്റ്റർ അദ്ദേഹമാണ് ആന്റിവാനം കണ്ടുപിടിച്ചത്. ലൂയി പാസ്റ്ററെ കുറിച്ചിട്ട് ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പാരീസിലേക്ക് മെട്രോയിലെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ ഒരുപാട് ചെറുപ്പക്കാരെ ആ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു, ആ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവർ അടിച്ചു പൊളിക്കുക, തകർത്ത് തെരിപ്പണമാക്കുക. അപ്പോഴൊരു പടുകിഴവരിയിരുന്നു, കൊന്ത തരുന്നു. അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവര് അപ്പൂപ്പനെ കളിയാക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ കൊന്ത ചെയ്ത് ഉറങ്ങി. അപ്പൂപ്പൻ കയ്യിൽ കൊന്ത പിടിച്ച് ഇരുന്നു. അപ്പൂപ്പന്റെ കയ്യിലെ പുസ്തകങ്ങളൊക്കെ അവിടെ മേശപ്പുറത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന സീറ്റിൽ ചെറിയ കിടക്കുക. കുഞ്ഞുങ്ങള് വെറുതെ കൗതുകത്തിന് ആ പുസ്തകം എടുത്ത് മറിച്ചു നോക്കിയപ്പോഴും ആ പുസ്തകത്തിലെല്ലാം പേരെഴുതി വെച്ചിരിക്കുന്നു, പ്രൊഫസർ ലൂയി പാസ്റ്റർ. അത്ഭുതമായി. കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണു തുറന്നപ്പോ അപ്പൂപ്പനോട് അവർ ചോദിച്ചു, അപ്പൂപ്പൻ ആരും ലൂയി പാസ്റ്റർ? അപ്പൂപ്പൻ പറഞ്ഞ അഭിമാനത്തോടുകൂടെ പറഞ്ഞു, അതെ, ഞാനാണ് ലൂയി പാസ്റ്റർ. പാരീസ് സർവകലാശാലയിലെ ശാസ്ത്ര വിഭാഗങ്ങളുടെ HOD ഞാനാണ്. ഒരു പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾ ധരിച്ചു ശാസ്ത്രജ്ഞന് ഈശ്വരവിശ്വാസമില്ലെന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ശാസ്ത്രജ്ഞൻ ഈശ്വരവിശ്വാസത്തിന്റെ കോവടിയിലാണ് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ പിടിച്ച് വാങ്ങുന്നത്. ഒരുപക്ഷെ ലൂയി പാസ്റ്റർ എന്നെ പോലെ ഉടുപ്പിട്ടിട്ടോ എന്നെ പോലെ കുന്തിരിക്കുട്ടി വീശിയിട്ടോ കറാപ്പ് തെളിയിച്ചിട്ടോ അല്ല സുവിശേഷം പ്രസംഗിച്ചത്. ശാസ്ത്ര മേഖലകളിൽ അദ്ദേഹം കണ്ടുപിടുത്തരുത്. ഞാൻ
കാലത്ത് വത്തിക്കാൻ റേഡിയോ സ്ഥാപിച്ചതിന് 100 വർഷത്തിന്റെ ഓർമ്മ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. വലിയൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എക്സിബിഷൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ എക്സിബിഷനിലെ ആദ്യത്തെ റേഡിയോ നില മർക്കോൺ, അദ്ദേഹം ആദ്യത്തെ റേഡിയോ നില ഉണ്ടാക്കി. നിങ്ങൾക്കറിയാമോ ആ റേഡിയോ നിലയത്തിലൂടെ അദ്ദേഹം ആദ്യം സംപ്രേഷണം ചെയ്ത വാർത്ത എന്താണെന്ന് അറിയാമോ? എല്ലാം ശരിയാണെന്ന് പരിശോധിക്കാൻ ആ റേഡിയോ നിലയത്തിലൂടെ അദ്ദേഹം പ്രക്ഷേപണം ചെയ്ത വാർത്ത അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. അദ്ദേഹത്തോട് അന്ന് കാലത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ദൈവത്തിന്റെ മഹത്വം തെളിയിക്കാൻ ദൈവത്തിന്റെ കയ്യിലുള്ള ഉപകരണങ്ങളാണ് മനുഷ്യൻ. കുഞ്ഞുമക്കള് ഇവിടെ പ്രായമായിട്ടുള്ള ആളുകൾ നാഷണലൊക്കെ കൂടിയിട്ടുള്ള ഇന്റർനാഷണൽ താരങ്ങളൊക്കെ കൂടിയുണ്ട്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഇന്ന് സഭ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങളുടെ തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ അത് ഉപയോഗിക്കാനും വളർത്താനും അതുവഴി സമൂഹത്തിൽ ദൈവത്തിന്റെ മഹത്വവും സഹോദരങ്ങളുടെ നന്മയും കരകതമാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, പിതാവിനെ കാണുമ്പോൾ ഞങ്ങളെപ്പോഴും പറയാറുണ്ട് പിതാവിന് വയസ്സായി, ഞാൻ ഒരുപാട് പ്രായമായിരുന്നു. ഞാൻ ഈ കൗതുകത്തിനോട് ചോദിക്കാൻ, മക്കളെ പിതാവ് ചാവുമ്പോ ആരല്ല വിശ്വാസത്തെ സൂക്ഷിക്കുക. മണ്ണം തന്നെ എന്നോട് തമാശയായി പറയാറുണ്ട്, പിതാവ് ഒന്ന് ചേർത്ത് തോന്നുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ പുതിയ തലമുറ, ഇളം തലമുറ കുഞ്ഞുങ്ങളുണ്ട്, ഇവിടെ കൗമാരക്കാരുണ്ട്, ഇവിടെ യുവതി യുവാക്കളുണ്ട്. സിസ്റ്റർ ടീച്ചർ ലിസിയെ പോലെയും സണ്ണിരാജിനെ പോലെയും മധ്യവയസ്കത്തിന്റെ മൂർധന്യത്തിന്റെ നിന്ന് വാർദ്ധക്യത്തിന്റെ കയറ്റം ഇറങ്ങാൻ പോകുന്നവരുണ്ട്. നിങ്ങൾക്കൊക്കെ ദൗത്യമുണ്ട്. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ദൈവം വലിയവനാണ്, സഹോദരൻ വിലപ്പെട്ടവനാണ്, നമ്മുടെ കഴിവുകൾ കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടെ അതിരൂപതയിലെ സമ്മാനാർഹരായിട്ടുള്ള ലിസ്റ്റ് ഞാൻ ഇങ്ങനെ പരിശോധിക്കാം. 19 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ചേരക്കര പള്ളിയിൽ അച്ഛൻ, പാവത്തിപ്പള്ളിയിൽ അച്ഛൻ, അങ്ങനെ മേജർ സെമിനാരിയിലെ കുട്ടികൾ, മൈനർ സെമിനാരിക്കാര്, പ്രിൻസിപ്പൽമാര്, നല്ല നിലയ്ക്ക് സ്ഥാപനങ്ങൾ നടത്തി വിജയം കൊയ്ത രൂപതയ്ക്ക് അഭിമാനത്തിന്റെ കിരീടം സമ്മാനിച്ച സ്ഥാപനത്തിന്റെ അധികാരികൾ 19 പേരുണ്ട്. റാങ്ക് വാങ്ങിച്ച 9 പേരുണ്ട്. റീജിയണൽ ലെവലിലെ, സോണൽ ലെവലിലെ പലതരത്തിലുള്ള അംഗീകാരങ്ങൾക്ക് വിധേയരായ 9 പേരുണ്ട്. സ്റ്റേറ്റ് ലെവലിലെ അംഗീകാരങ്ങൾക്ക് അർഹരായ 61 പേരുണ്ട്. +2 ടോട്ടൽ A+ വാങ്ങിച്ച 13 കുട്ടികളുണ്ട്. ഒരുപാട് സമ്മാനങ്ങൾ ഒന്നിച്ചു വാങ്ങിക്കാൻ വിളിക്കപ്പെട്ട 21 കുട്ടികളുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിലെ സമ്മാനാർഹരായിട്ടുള്ള 11 പേരുണ്ട്. SSLCക്ക് സമ്മാനാർഹരായിട്ടുള്ള 171 പേരുണ്ട്. ഇനിയും നമ്മുടെ ലിസ്റ്റ് പൂർണ്ണമല്ലെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഈ ലിസ്റ്റ് സോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് അക്കാമത്തിലൊക്കെ കൈ കുഴഞ്ഞ് തളർന്നിട്ടുണ്ട്. അത്രയ്ക്കേറെ ലിസ്റ്റാണ്. ഇനിയും അംഗീകാരത്തിന് അർഹരായിട്ടുള്ളവരെ, 1-ാം തീയതി ശേഷമുള്ളവരെ നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ ആനന്ദമുണ്ട് നിങ്ങളിലൂടെ കർത്താവിന്റെ മഹത്വം ഈ ലോകത്തിൽ അറിയിക്കാൻ, മാത്രമല്ല സഹോദരങ്ങളുടെ നന്മയ്ക്ക് ഉപകരണമാകാൻ ഇടയായത്. എല്ലാവർക്കും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വരും കാലങ്ങളിലെ പെർഫോമൻസ് വഴി, തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വഴി, നിങ്ങളുടെ മത്സരബുദ്ധിയോടുകൂടിയുള്ള ഓട്ടക്കളത്തിലെ വലിയ കഠിനാധ്വാനം വഴി തമ്പുരാന്റെ സഭയ്ക്കും ദൈവത്തിന്റെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഇടവക പള്ളികൾക്കും നിങ്ങളുടെ വളർത്താനായിട്ട് കാരണക്കാരായിട്ടുള്ള ഗുരുഭൂതർക്ക് എല്ലാവർക്കും ഈ അഭിനന്ദനത്തിലെ പങ്കും അവകാശവും ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.